കെയർ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും കുറച്ച് ട്യൂബേഴ്സിൻ്റെ സെയിലുണ്ട്. കൂടാതെ അന്നത്തെ മത്സര വിജയി ആരാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. പുതിയ ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്നും മത്സര വിജയി ആരാണെന്നറിയാൻ വീഡിയോ മുഴുവനായും കാണുക. പുതുതായി വീഡിയോ കാണുന്നവരും ഇതുവരെ വീഡിയോ കണ്ടവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ വേഗം തന്നെ നിങ്ങൾക്ക് ട്യൂബേഴ്സ് ഓർഡർ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ചിലർക്കൊക്കെയുള്ള സംശയം മഴ സമയത്ത് ട്യൂബേഴ്സ് നടാൻ പറ്റുമോ എന്നാണ്. താമരയുടെ ട്യൂബേഴ്സ് ഏത് സമയത്തും നടാൻ പറ്റും. മഴ സമയത്തും വെയിൽ സമയത്തും എല്ലാ സമയത്തും ട്യൂബേഴ്സ് നടാൻ പറ്റും. അതിന് കുഴപ്പമില്ല. ചില താമരകൾ മഞ്ഞ സമയം പൂവിടില്ല എന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ സമയത്തും നമുക്ക് താമരയിൽ പൂക്കളും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് ഏത് സമയത്തും നമുക്ക് ട്യൂബേഴ്സ് നടാം. മഴ സമയത്ത് താമരയുടെ ടബ് സെറ്റ് ചെയ്തിട്ട് മരച്ചില്ലകളുടെ ഇടയിൽ നിന്ന് വെള്ളം വീഴുന്നത് ശ്രദ്ധിച്ചാൽ മതി. ട്യൂബർ നട്ട് അതിൽ നിന്ന് പുതിയ ഇലകൾ വരുമ്പോൾ അതിന് മേലേക്ക് വെള്ളം വീഴുമ്പോൾ അതിൻ്റെ ഇലകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്ലാത്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. മഴ സമയത്തും താമരയുടെ ട്യൂബേഴ്സ് നടാം. ഇത് വെള്ളത്തിൽ നിൽക്കുന്ന സാധനമല്ലേ, അതുകൊണ്ട് മഴ ഇതിനൊരു പ്രശ്നമേ അല്ല. DTDC കൊറിയർ വഴിയാണ് ട്യൂബേഴ്സൊക്കെ അയക്കുന്നത്. ക്യാഷ് പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഏതൊക്കെ ട്യൂബേഴ്സാണ് സെയിലിനായി കൊണ്ടുവന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പിങ്ക് മേരിഗോൾഡ് എന്ന് പറയുന്ന നല്ലൊരു വെറൈറ്റി താമരയുടെ ട്യൂബേഴ്സാണ്. ഇതിൽ ഫസ്റ്റ് കാണുന്ന 3 ട്യൂബേഴ്സാണ് പിങ്ക് മേരിഗോൾഡിൻ്റേത്. നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ്. 250ക്കാണ് ഈ ട്യൂബേഴ്സ് കൊടുക്കുന്നത്. 3 ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ. അടുത്തത് പിങ്ക് ജൂപ്പിറ്റർ എന്ന് പറയുന്ന താമരയുടെ ട്യൂബേഴ്സാണ്. മഴയായതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തത്. ഇതിൽ കാണുന്ന രണ്ടാമത് കെട്ടിവെച്ചിരിക്കുന്ന 4 ട്യൂബേഴ്സാണ് പിങ്ക് ജൂപ്പിറ്ററിൻ്റേത്. അതും 250ക്കാണ് കൊടുക്കുന്നത്. അടുത്ത് പിങ്ക് ഡയമണ്ട് എന്ന് പറയുന്ന താമരയുടെ ട്യൂബേഴ്സാണ്. ഇതും 4 ട്യൂബേഴ്സാണുള്ളത്. വലുത് 250ക്കും ചെറിയ 2 100നുമാണ് കൊടുക്കുന്നത്. അടുത്തത് വൈറ്റ് പഫ് എന്ന് പറയുന്ന താമരയാണ്. വൈറ്റ് പഫിൻ്റെ 5 ട്യൂബേഴ്സ് ഉണ്ട്. 180ക്കും വലുത് 200നുമാണ് കൊടുക്കുന്നത്. അടുത്തത് അമേരിപ്പിയോണി എന്ന് പറയുന്ന നല്ലൊരു വെറൈറ്റിയാണ്. ചെറിയ പോട്ടിൽ നട്ടാലും പൂക്കൾ കിട്ടും. ഇതിൻ്റെ 200ഉം 150 100 അങ്ങനെയുള്ള ട്യൂബേഴ്സ് ഉണ്ട്. അടുത്തത് എലോപ്പിയോണിയാണ്. എലോപ്പിയോണി മഞ്ഞത്താമര വേണ്ടവർക്ക് എലോപ്പിയോണിയുടെ ട്യൂബേഴ്സ് വാങ്ങിക്കാം. എലോപ്പിയോണിയുടെ 4 ട്യൂബേഴ്സാണുള്ളത്. 3 200. അടുത്തത് ഒക്ടോപ്പസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഒക്ടോപ്പസിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട്. 200നാണ് കൊടുക്കുന്നത്. അടുത്തത് ലക്ഷ്മിയുടെ ഒരു ട്യൂബർ ഉണ്ട്. 250നാണ് കൊടുക്കുന്നത് 250ക്ക്. ഇത്രയുമാണ് ഇന്നത്തെ ട്യൂബേഴ്സ്. ട്യൂബേഴ്സ് വേണ്ടവർ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഏത് ട്യൂബേഴ്സാണോ വേണ്ടത് അതിൻ്റെ പേരോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇതിൽ കാണുന്ന ആമ്പലുകളൊന്നും സെയിലിനുള്ളതല്ല. ട്യൂബേഴ്സ് മാത്രമേ സെയിലിനുള്ളൂ. വീഡിയോ മുഴുവനായി കാണുക. പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ 2 വീഡിയോയിലെ മത്സര വിജയി ആരാണെന്ന് കാണാൻ വീഡിയോ മുഴുവനായും കാണുക. ആരാണ് ആ മത്സര വിജയി എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും നന്നായി കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാൾ ഞാൻ നറുക്കിട്ടെടുത്തിട്ടുണ്ട്. ശ്രീബാല ആണ് അതിൻ്റെ വിജയി.
ശ്രീബാല വാട്സപ്പിൽ അഡ്രസ്സ് തന്നാൽ ഞാൻ ട്യൂബേഴ്സ് അയച്ചു തരുന്നതായിരിക്കും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇന്ന് കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കുറേ വെറൈറ്റി താമരയുടെ ട്യൂബേഴ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത്. താങ്ക് യു.